നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ബക്രീദ് പ്രമാണിച്ച് നാട്ടിലേക്ക് വരാനിരുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയായി വിമാന നിരക്കുകളിൽ വൻ വർധന. ഇന്ത്യൻ വിമാന കമ്പനികൾ തോന്നുംപടി യാത്രാക്കൂലി കൂട്ടിയതോടെ വിദേശ വിമാനങ്ങളിലും വൻ വിലവർധനവാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് വരെ മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് 15,000 രൂപയ്ക്ക് കിട്ടിയിരുന്ന വൺ വേ ടിക്കറ്റിന്റെ നിരക്ക് 35,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഉയർന്നിരിക്കുന്നത്. യാത്രാ കണക്ഷൻ വിമാനങ്ങളിലാക്കാം എന്ന് കരുതിയാൽ അവിടെയും ആശ്വാസത്തിന് വകയില്ല. ഉയർന്ന ടിക്കറ്റ് നിരക്ക് കൊടുക്കുന്നതിന് പുറമെ 10-15 മണിക്കൂർ യാത്രയും വേണം കേരളത്തിലെത്താൻ. ഇന്ത്യൻ വിമാന കമ്പനികളായ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പേസ് ജെറ്റ്, വിസ്താര തുടങ്ങിയ വിമാനങ്ങളിൽ വൺ വേ ടിക്കറ്റിന് 50,000 രൂപയ്ക്ക് മുകളിലാണ് നിരക്ക്. എമിറേറ്റ്സ് എയർലൈൻസ്, ഇത്തിഹാദ് എയർവൈസ് എന്നിവ 60,000-നും 70,000-നും ഇടയ്ക്ക് യാത്രാക്കൂലി ഈടാക്കുന്നുണ്ട്. ചില വിദേശ വിമാന കമ്പനികൾ കിട്ടുന്ന അവസരം മുതലാക്കാൻ വൺ വേക്ക് 1.5 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത്. മത്സരം കുറഞ്ഞ കണ്ണൂർ പോലുള്ള റൂട്ടുകളിൽ പോലും രണ്ടാഴ്ച മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ പല മടങ്ങാണ് ഇപ്പോൾ നിരക്ക് ഉയർന്നിരിക്കുന്നത്. ഗോ ഫസ്റ്റ് സർവീസ് അവസാനിപ്പിച്ചതോടെ ദോഹയിലേക്കുള്ള ഇൻഡിഗോയുടെ സർവീസ് ഒഴികെ മറ്റെല്ലാ രാജ്യാന്തര റൂട്ടുകളിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് സർവീസ് നടത്തുന്നത്. മത്സരിക്കാൻ പ്രതിയോഗി ഇല്ലാതായതോടെ നിരക്കും കൂടി. ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കാനുള്ള പൂർണ്ണാവകാശം വിമാന കമ്പനികൾക്ക് മാത്രമായത് സൗകര്യമായി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.